Hello everyone, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ. അതിലെ ഫംഗ്ഷൻസ് എന്താണെന്നും ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇതിന്റെ ബേസിക്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കുറെ കുട്ടികൾക്കും ഇങ്ങനെ കൺഫ്യൂഷൻസ് വരാറുണ്ട് ഈ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ഒക്കെ പറയുന്ന സമയത്ത്. സോ അത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ബേസിക്സ് ഓക്കെ റെഡി. സോ അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, ഫംഗ്ഷൻ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ പ്രകാരം നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. Let A and B be two non-empty sets. Okay, a function f from A to B is correspondence which associates elements of set A to element of set B such that all elements of set A are associated to elements in set B and an element of set A is associated to a unique element in set B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെഫിനേഷൻ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഒക്കെ തോന്നും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ ആരോ ഡയഗ്രാം വെച്ച് കുറച്ച് എക്സാമ്പിൾ വെച്ചൊന്ന് കാണിച്ചു തരാം. റെഡി. അപ്പോൾ ദാ ഞാനിവിടെ 1-2 എക്സാമ്പിൾസ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ദാ ഫസ്റ്റ് ഞാനൊരു ആരോ ഡയഗ്രാം വരയ്ക്കുന്നു. സോ ഇവിടെ സെറ്റ് എ ആൻഡ് സെറ്റ് ബി. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ആരോ ഡയഗ്രത്തിലെ എലമെന്റ്സുകൾ 1, 2, 3, 4 എടുക്കുന്നു. അതുപോലെ ഇവിടെ നമുക്ക് 1, 9, 16, 4 എന്ന് എടുക്കുന്നു. എന്നിട്ട് ഞാൻ മാപ്പിംഗ് ചെയ്യുകയാണ്. ഇത് എക്സാമ്പിൾ ആണ് കേട്ടോ, അങ്ങനെ കൺസിഡർ ചെയ്യുക. സോ 1-ൽ നിന്ന് ഞാൻ 1-ലേക്ക് മാപ്പ് ചെയ്തു, 2-ൽ നിന്ന് 4-ലേക്ക് മാപ്പ് ചെയ്തു, 3-ൽ നിന്ന് 9-ലേക്ക് മാപ്പ് ചെയ്തു, 4-ൽ നിന്ന് 16-ലേക്ക് ഞാൻ മാപ്പ് ചെയ്തു. അന്നേരം ഇതിപ്പോൾ ഒരു റിലേഷൻ ആണല്ലോ. ഈ റിലേഷൻ ഫംഗ്ഷൻ ആകണമെങ്കിൽ എന്താ കണ്ടീഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആകണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സെറ്റ് എയിലെ എലമെന്റ്സുകളെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്, സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സുകൾക്കും ഇമേജ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അതായത് സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സിൽ നിന്നും ആരോസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കിക്കേ, ഇവിടെ 1, 2, 3, 4 ആണ്. ഇതിലുള്ള എല്ലാ എലമെന്റ്സിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആരോസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ? സോ അതാണ് ഫംഗ്ഷൻ ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതിലുള്ള ഓരോ എലമെന്റ്സിനും യുണീക്ക് ആയിട്ടുള്ള ഇമേജസേ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് 1-ന് ഇപ്പോൾ 1 എന്നൊരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 1-ൽ നിന്ന് ഞാൻ 9-ലേക്ക് ഇപ്പോൾ വരച്ചാൽ 1-ന് 9 എന്നൊരു ഇമേജ് ഉണ്ടെന്നും കൂടിയാണത് പറയുന്നത്. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല. അതായത് സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സിൽ നിന്നും ആരോസ് പോകണം. പക്ഷെ ഒരേ എലമെന്റിൽ നിന്ന് 2-ലധികമോ ആരോസ് പാസ് ചെയ്ത് പോകാൻ പാടില്ല. അതായത് 1-ൽ നിന്ന് 9-ലേക്കും 1-ൽ നിന്ന് 16-ലേക്കും ഒന്നും പോകാൻ പാടില്ല. 1-ൽ നിന്ന് 1-ലേക്ക് മാത്രമോ 1-ൽ നിന്ന് 9-ലേക്ക് മാത്രമോ ഒക്കെ പോകാവുള്ളൂ. ഒരു എലമെന്റിൽ നിന്നും 2 ആരോസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ, 2-2-ലധികമോ ആരോസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ അല്ല. സോ ഇതെന്താണ്, ഫംഗ്ഷൻ ആണ്. കാരണം 1, 2, 3, 4 എന്ന് പറയുന്ന എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്, ആരോസ് പോകുന്നുണ്ട്. എല്ലാവർക്കും ഓരോ ആരോസ് മാത്രമേ പോയിട്ടുള്ളൂ. സോ അതെന്താണ്, ഫംഗ്ഷൻ ആണ്. റെഡി. അപ്പം ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ആണ്. റെഡി അല്ലേ മക്കളെ? ക്ലിയർ. നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. നോക്കിക്കേ, ഇവിടെ എ ഇവിടെ ബി എന്ന് പറഞ്ഞ് അടുത്ത 2 സെറ്റുകൾ ഞാൻ എഴുതുകയാണ്. എയും ബിയും ഞാൻ വരയ്ക്കുകയാണ്. ക്ലിയർ അല്ലേ? അപ്പം നോക്കിക്കേ, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഞാൻ എയ്ക്കകത്തും ബിക്കകത്തും എന്ത് ചെയ്യാണ്, എലമെന്റ്സുകൾ മാർക്ക് ചെയ്യാണ്. ഇത് എ അതുപോലെ തന്നെ ബി, സി എന്ന് പറഞ്ഞ എലമെന്റ്സ് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. സോ എ, ബി, സി മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ 1 എന്നൊരു എലമെന്റ് മാത്രമേ ഉള്ളൂ സെറ്റ് ബിയിൽ. അങ്ങനെയാണ് എയിൽ നിന്ന് 1-ലേക്ക്, ബിയിൽ നിന്ന് 1-ലേക്ക്, സിയിൽ നിന്ന് 1-ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്, ആരോസ് പോയിട്ടുണ്ട്. സോ ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് എങ്ങനെ നോക്കുന്നത്, നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ ആണോ നോക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്നുള്ളത്, ഇത് ഫംഗ്ഷൻ ആണോ നമുക്ക് മനസ്സിലായി. ഇത് ഫംഗ്ഷൻ ആണോ നോക്കണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സിൽ നിന്നും ആരോസ് പാസ് ചെയ്ത് പോകണം. യെസ്, ഡെഫിനറ്റ്ലി പാസ് ചെയ്യുന്നുണ്ട്. ഓരോ എലമെന്റിൽ നിന്നും ഓരോ ആരോസ് മാത്രമേ പാസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, 1-ൽ നിന്ന് ഒരു ആരോയേ ഉള്ളൂ, എയിൽ നിന്ന് ഒരു ആരോയേ ഉള്ളൂ, ബിയിൽ നിന്നും സിയിൽ നിന്നും ഓരോ ആരോസ് വെച്ചിട്ടേ ഉള്ളൂ. ഇത് എവിടേക്ക് പോകുന്നു എന്നുള്ളത് കാര്യമില്ല. ഒരു ആരോ മാത്രമേ പാസ് ചെയ്ത് പോകാമുള്ളൂ. റെഡി അല്ലേ മക്കളെ? സോ ഇതെന്താണ്, ഇറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ. അപ്പം ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. റെഡി അല്ലേ മക്കളെ? ക്ലിയർ. നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. നെക്സ്റ്റ് എ എന്ന് പറഞ്ഞൊരു സെറ്റ്, ബി എന്ന് പറഞ്ഞൊരു സെറ്റ്. സോ ഇവിടെ എ, ഇത് ബി. സോ 1, 4, 9. നെക്സ്റ്റ് 2, 4, 6, 8. 1-ൽ നിന്ന് 2-ലേക്ക് പാസ് ചെയ്ത് പോകുന്നു, 1-ൽ നിന്ന് 4-ലേക്ക് വരുന്നു, 4-ൽ നിന്ന് 6-ലേക്കും 9-ൽ നിന്ന് 8-ലേക്കും.
ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ നമുക്ക് നോക്കാം. ഇത് ഫംഗ്ഷൻ ആണ്. സോ അപ്പോൾ ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കേ 1, 4, 9 എല്ലായിടത്തു നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആരോ പാസ് ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ? ബട്ട് 9ൽ നിന്ന് ഒരു ആരോയേ ഉള്ളൂ, 4ൽ നിന്ന് ഒരു ആരോയേ ഉള്ളൂ, 1ൽ നിന്ന് 2 ആരോസ് പാസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ്, 1ന് 2 എന്ന് പറയുന്ന ഇമേജും 1ന് 4 എന്ന് പറയുന്ന ഇമേജും വരുന്നുണ്ട്. അതായത് ഓഡയുടെ പേർ 1, 2ഉം ഓഡയുടെ പേർ 1, 4ഉം വരുന്നുണ്ട്. സോ അത് പോസിബിൾ അല്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഫംഗ്ഷൻ അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷൻ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. റെഡി? സോ നെക്സ്റ്റ് വൺ, ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് എഴുതാം. സോ സെറ്റ് എ, സെറ്റ് ബി ഇതവിടെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇവിടെ ഞാൻ 1, 2, 3, 4 കൊടുക്കുന്നു. ഇവിടെ ഞാൻ എ ബി സി കൊടുക്കുന്നു. 1ൽ നിന്ന് ഞാൻ എയിലേക്ക് കൊടുക്കുന്നു, 2ൽ നിന്ന് സിയിലേക്ക് കൊടുക്കുന്നു, 3ൽ നിന്ന് ബിയിലേക്ക് കൊടുക്കുന്നു. ഇതൊരു ഫംഗ്ഷനോ അല്ലയോ? ഇതൊരു ഫംഗ്ഷൻ അല്ല. വൈ? ബിക്കോസ് നമുക്കറിയാം 1നും 2നും 3ക്കും ആരോസ് ഉണ്ട്. പക്ഷെ 4ൽ നിന്ന് ആരോ വല്ലതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ നമ്മൾ എന്താ പറഞ്ഞേ, സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സിൽ നിന്നും നമ്മൾക്ക് എന്ത് ചെയ്യണം, ആരോസ് സ്റ്റാർട്ട് ചെയ്യണം. ഒന്നിൽ കൂടുതൽ ആരോസ് ഒരു എലമെന്റിൽ നിന്ന് പാടില്ല. ഇവിടെ നമുക്ക് 4ൽ നിന്ന് ആരോ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. സോ നമുക്ക് കണ്ണും പൂട്ടി പറയാം എന്താ, ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. റെഡി അല്ലേ? ഇതാണ് നമ്മളുടെ ബേസിക് ഒരു ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറയുന്നത്. റെഡിയാണോ മക്കളെ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എങ്ങനെയാണെന്നും കൂടെ നോക്കാം. റെഡി അല്ലേ? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞ എന്താണ്, ഒരു ഫംഗ്ഷൻ എന്തെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാവുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ആണ് നമ്മൾ അടുത്തത് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. റെഡി? അതും ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് വെച്ച് പറയാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക, ഇതിന്റെ എല്ലാം ഇമേജസ് ആണ് എന്ത് ഇവിടെ വരുന്നത്. അത് 1ന്റെ ഇമേജ് ആണ് 1, 2ന്റെ ഇമേജ് ആണ് 4, 3ന്റെ ഇമേജ് ആണ് 9, 4ന്റെ ഇമേജ് ആണ് 16. അങ്ങനെയാണെങ്കിൽ തിരിച്ചിതെങ്ങനെ പറയാം, 1ന്റെ പ്രീ ഇമേജ് ആണ് 1, 9ന്റെ പ്രീ ഇമേജ് ആണ് 3, ദെൻ 4ന്റെ പ്രീ ഇമേജ് ആണ് 2, ദെൻ 16ന്റെ പ്രീ ഇമേജ് ആണ് 4. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് പറയുമ്പം നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ പേരുകൾ ഏതൊക്കെ ടൈപ്സ് ആണോ ഉള്ളത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അതിൻ്റെ ഓരോ പേരുകളൊന്ന് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1-1 ഫംഗ്ഷൻ ആണ്. എന്താണ്? 1-to-1 ഫംഗ്ഷൻ. ഓക്കെ, റെഡി? അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ്. എന്താണ്? ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ്. ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ്. റെഡി? അല്ലെങ്കിൽ ഇൻജക്ഷൻ എന്നും പറയാം കേട്ടോ. റെഡി? ഇനി നെക്സ്റ്റ് വരുന്നത് ഓൺ ടു കേട്ടോ. ഓൺ ടു ഫംഗ്ഷൻസ്. അപ്പം ഓൺ ടു ഫംഗ്ഷൻസിന് നമുക്ക് വേറൊരു പേരും കൂടെ വിളിക്കാം, സർജക്റ്റീവ് ഫംഗ്ഷൻസ്. സർജക്റ്റീവ് ഫംഗ്ഷൻസ്. റെഡി? ക്ലിയർ? നെക്സ്റ്റ് 1-1 ആൻഡ് ഓൺ ടു. 1-1 ആയിരിക്കണം, ഓൺ ടും ആയിരിക്കണം. 1-1 ആൻഡ് ഓൺ ടു, അതായത് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആയിരിക്കണം. അത്തരം ഫംഗ്ഷൻ നമുക്ക് എന്ത് വിളിക്കാം, ബൈജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് വിളിക്കാം. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. റെഡി? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്, 1-1 അല്ലാത്ത ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കും, 1-1 അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, മിനി വൺ ഫംഗ്ഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്, മിനി വൺ ഫംഗ്ഷൻ നമ്മൾ വിളിക്കും. റെഡി? ഇനി ഓൺ ടു അല്ലാത്ത ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കും, ഇൻടു ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കും. റെഡി അല്ലേ? അപ്പോൾ ഈ പേരുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എന്താണ് 1-1 എന്നും എന്താണ് ഓൺ ടു എന്നും കൂടി എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇതാണ് ബേസിക്സ്. റെഡി അല്ലേ? അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എന്താണ് 1-1 ഫംഗ്ഷൻ എന്നാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാമ്പിൾ വെച്ച് നോക്കാൻ പോകുന്നത്. റെഡി മക്കളെ? അപ്പോൾ ആദ്യം നമുക്ക് 1-1 ഫംഗ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെഡി? അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആരോ ഡയഗ്രാംസ് വരച്ചാണ് നോക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഒരു ഫസ്റ്റ് ഒരു റിലേഷൻ നമ്മൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ നമ്മളിവിടെ പറയാണ്, ഫംഗ്ഷനാണ് കേട്ടോ, ടൈപ്സ് ഓഫ് ഫംഗ്ഷനിലെ നോക്കുന്നത്. അപ്പം 1, 2, 3, 4 കൊടുക്കുന്നു. ദെൻ എ ബി സി ഡി ഇ എഫ്. ഓക്കെ, സോ 1ൽ നിന്ന് ഞാൻ എയിലേക്ക് മാപ്പ് ചെയ്യുന്നു, 2ൽ നിന്ന് ബിയിലേക്ക് മാപ്പ് ചെയ്യുന്നു, ദെൻ 4ൽ നിന്ന് ഞാൻ സിയിലേക്ക് മാപ്പ് ചെയ്യുന്നു, 3ൽ നിന്ന് ഞാൻ ഡിയിലേക്ക് മാപ്പ് ചെയ്യുന്നു. റെഡി അല്ലേ? സോ ഇത് 1-1 ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കുന്നത്. ഇതൊരു ഫംഗ്ഷൻ ആവണം, 1-1 ആവണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അല്ലേ. അപ്പോൾ നോക്കി, ഇതൊരു ഫംഗ്ഷൻ ആണ്, കാരണം എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഇമേജസ് മീൻസ് ആരോസ് പോകുന്നുണ്ട്. ഓരോ എലമെന്റിൽ നിന്ന് ഒരേ ഒരു എന്ത് ചെയ്യുന്നുള്ളൂ, ആരോസ് പാസ് ചെയ്യുന്നുള്ളൂ. സോ ഇത് ഫംഗ്ഷൻ ആണ്. സോ ഇത് 1-1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്,
എല്ലാരിൽ നിന്നും ഇമേജസ് പോകണം, അതായത് ആരോസ് പോകണം. പക്ഷെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഡിഫറെന്റ് എലമെന്റ്സിന് ഒരേ ഇമേജ് വരാൻ പാടില്ല. അതായത് 1-ന് ഇപ്പോൾ എ എന്നൊരു ഇമേജ് വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ 2-ൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എ എന്നൊരു ആരോയോ 4-ൽ നിന്ന് എ എന്നൊരു ആരോയിലേക്ക് വരാൻ പാടില്ല. അതായത് ഇതിനകത്ത് ഏതെങ്കിലും 2 അതിൽ 3 എലമെന്റ്സുകൾക്ക് സെയിം ഇമേജ് എന്ത് ചെയ്യാൻ വരാനായിട്ട് പാടില്ല. പറയുന്നത് മനസ്സിലായി? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഇത് 1-1 അല്ല. റെഡിയല്ലേ? അപ്പൊ ഇവിടെ എന്താണ്, അങ്ങനെയൊന്നും വന്നിട്ടില്ല, കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതെന്താണ്, ഇത് 1-1 ആണ്. റെഡിയല്ലേ മക്കളെ? നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റെഡി? അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത എക്സാമ്പിൾ നോക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് എ ആണ്, ഇത് ബി ആണ്. സോ അപ്പോൾ ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. 1, 2, 3, 4, എ, ബി, സി, ഡി, ഇ, എഫ്. അപ്പോൾ 1-ൽ നിന്ന് ബിയിലേക്ക് നമ്മൾ മാപ്പ് ചെയ്തു, 2-ൽ നിന്ന് ബിയിലേക്ക് ഞാൻ മാപ്പ് ചെയ്തു, 3-ൽ നിന്ന് സിയിലേക്ക് മാപ്പ് ചെയ്തു, 4-ൽ നിന്ന് ഡിയിലേക്ക് മാപ്പ് ചെയ്തു. ഇത് 1-1 ആണോ നമുക്ക് നോക്കാം. നമുക്ക് 1-1ന്റെ കണ്ടീഷൻ എന്താ പറഞ്ഞേ, എല്ലാവർക്കും ആരോസ് പോകണം, എല്ലായിടത്തു നിന്നും പോയിട്ടുണ്ട്. പക്ഷേ 2 ഡിഫറെന്റ് എലമെന്റ്സുകൾക്ക് ഒരേ ഇമേജ് വരാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ 1-ന് ബി എന്ന് പറഞ്ഞ ഇമേജ് വരുന്നുണ്ട്, 2-നും ബി എന്ന് പറഞ്ഞ ഇമേജ് വരുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് 1-1 അല്ല. 1-1 അല്ലാത്തതിനെ നമുക്ക് എന്ത് വിളിക്കാം, മെനി വൺ എന്ന് വിളിക്കാം. ഇതെന്താണ്, ഇത് മെനി വൺ ഫംഗ്ഷൻ ആണ്. റെഡി അല്ലേ? സോ അപ്പൊ ഇതാണ് എന്ത്, 1-1ഉം മെനി വണ്ണും എന്ന് പറയുന്നത്. റെഡി? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓൺ-ടൂന്റെ കേസ് നോക്കാം. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഓൺ-ടു ചെക്ക് ചെയ്യാൻ പോവാണ്. ഓൺ-ടുവിന്റെ കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? നമുക്കറിയാം, സെറ്റ് ബിയിലുള്ള എലമെന്റ്സുകളെ നമ്മൾ സാധാരണ എന്താ വിളിക്കുന്നത്, കോഡൊമൈൻ എന്നാണ് വിളിക്കുന്നത്. സെറ്റ് ബി ഇറ്റ്സെൽഫ് നമ്മൾ കോഡൊമൈൻ എന്ന് വിളിക്കും. കോഡൊമൈനും റേഞ്ചും എപ്പോൾ ഈക്വൽ ആകുന്നോ, അതായത് കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് എപ്പോൾ ആകുന്നോ അപ്പോൾ മാത്രമേ ആ ഫംഗ്ഷൻ നമുക്ക് ഓൺ-ടു എന്ന് വിളിക്കാനായിട്ട് പറ്റുകയുള്ളൂ. റെഡിയല്ലേ? അപ്പം നമുക്കറിയാം ഇവിടെ റേഞ്ച് ഏതാ, എ, ബി, സി, ഡി വരെ ഉള്ളൂ റേഞ്ച് വരുന്നത്. അതായത് ഇവിടുന്ന് ഇമേജസ് വരും. ഇതിപ്പോൾ ഓൾറെഡി പെരായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം 1A വരും, ദെൻ 2B വരും, ദെൻ 3D വരും, ദെൻ 4C വരും അല്ലേ? സോ ഇവിടെ റേഞ്ച് ആയിട്ട് വരുന്നത് ഓൾറെഡി വരുന്ന സെക്കൻഡ് എലമെന്റ് എ, ബി, സി, ഡി വരെ ഉള്ളൂ. ഇയും എഫും വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയോ? കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എ, ബി, സി, ഡി, ഇ, എഫ് ആണ്. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയോ? ഇല്ല. സോ അതുകൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓൺ-ടു എന്ന് പറയാൻ പറ്റത്തില്ല. ഓൺ-ടു അല്ലാത്തതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻ-ടു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. റെഡിയല്ലേ? അല്ലെങ്കിൽ വേറൊരു കാര്യം ആലോചിച്ചാൽ മതി, ഇവിടെ നിൽക്കുന്ന എലമെന്റ്സുകൾക്കെല്ലാം ആരോസ് വരണം. അതായത് പ്രീ ഇമേജസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇവിടെ ഇക്കും എഫിന് എന്തില്ല, പ്രീ ഇമേജ് ഇല്ല. സോ ഇതെന്താണ്, ഇത് ഓൺ-ടു അല്ല. ഇതെന്താണ്, ഇത് ഇൻ-ടു ആണ്. ഇനി ഇത് നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം ഇവിടെ എക്കും ഇക്കും എഫിനും എന്താണ്, ആരോസ് വന്നിട്ടില്ല. അതായത് പ്രീ ഇമേജ് ഇല്ല. അതായത് ഇവിടുത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷെ കോഡൊമൈനകത്ത് എയും ഇയും എഫും ഉണ്ട്. സോ ഇവിടെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. സോ ഇതും എന്താണ്, ഇതും ഇൻ-ടു ആണ്. ഓക്കെ, റെഡി? അതായത് ഇത് 1-1 ഇൻ-ടു, ഇത് മെനി വൺ ഇൻ-ടു ആണ്. സോ അങ്ങനെയാണ് ഞാൻ ഒരു എക്സാമ്പിളും കൂടെ എന്ത് ചെയ്യാൻ പോവാണ്, എഴുതി കാണിക്കാൻ പോവാണ്. ശ്രദ്ധിക്കണം, നമുക്ക് കോൺസെപ്റ്റ് നല്ലപോലെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ്. സോ അപ്പോൾ ഇവിടെ ഞാൻ വരയ്ക്കുകയാണ് 1, 2, 3, 4, ദെൻ എ, ബി, സി, ഡി. അപ്പോൾ നിങ്ങൾ നോക്കണം, 1-ൽ നിന്ന് ഞാൻ ബിയിലേക്ക് മാർക്ക് ചെയ്തു, 2-ൽ നിന്ന് ഞാൻ സിയിലേക്ക് മാർക്ക് ചെയ്തു, 3-ൽ നിന്ന് ഞാൻ എയിലേക്ക് മാർക്ക് ചെയ്തു, 4-ൽ ഞാൻ ഡിയിലേക്ക് മാർക്ക് ചെയ്തു. ഇവിടെ നോക്കിക്കേ, എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇമേജസ് പോകുന്നുണ്ട്, ആരോസ് പോകുന്നുണ്ട്. എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ആരോസ് ആണ്. ഇവിടെ നോക്കുമ്പോൾ എല്ലാവർക്കും ആരോ വരുന്നുണ്ട്. അത് പ്രീ ഇമേജ് ഉണ്ട്. അതായത് ഇവിടെ കോഡൊമൈനും റേഞ്ചും എന്താണ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ എ, ബി, സി, ഡി ആണ്, ഈക്വൽ ആണ്. സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇത് 1-1 ആൻഡ് ഓൺ-ടു ആണ്. ഇത് 1-1 ആൻഡ് ഓൺ-ടു ആണ്. അതായത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. റെഡിയാണോ മക്കളെ? ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? സോ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്തൊരു കേസ് ഉണ്ട്. നമ്മളിപ്പം ഇവിടെ ഇപ്പം 1-1 ഇൻ-ടു നോക്കി, മെനി വൺ ഇൻ-ടു നോക്കി, 1-1 ഓൺ-ടു നോക്കി. ഇനി മെനി വൺ ഓൺ-ടു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മെനി വൺ ഓൺ-ടു വേണമെങ്കിൽ കാണിക്കാം. മെനി വൺ ഓൺ-ടു ഇനി സംശയം ഉണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചേക്കാം. ഇതാ നോക്കുക, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് 1, 2, 3, 4 ആണ്, ഇത് എ, ബി, ഇത് സി ആണ്. സോ ഞാൻ 1-ൽ നിന്ന് എയിലേക്ക് മാർക്ക് ചെയ്തു, 2-ൽ നിന്ന് എയിലേക്ക് മാർക്ക് ചെയ്തു, 3-ൽ നിന്ന് ബിയിലേക്ക് മാർക്ക് ചെയ്തു, 4-ൽ നിന്ന് സിയിലേക്ക് മാർക്ക് ചെയ്തു. ഇത് 1-1 ആണോ? നോക്കിക്കേ, 1-ൽ നിന്നും എയിലേക്കാണ് പോകുന്നത്, 2-ൽ നിന്നും എയിലേക്കാണ് പോകുന്നത്. സോ അപ്പോൾ ഇതെന്താണ്, ഇത് 1-1 അല്ല, ഇതെന്താണ്, ഇത് മെനി വൺ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. റെഡി? ഇനി നോക്കിയേ,
എയിലേക്കും ബിയിലേക്കും സിയിലേക്കും ഇമേജ് വരുന്നുണ്ട്. അപ്പൊ റേഞ്ചും കോഡൊമൈനും ഇവിടെ എന്താ ഈക്വൽ ആണ്. സോ അതുകൊണ്ട് ഇത് എന്താണ്, ഇത് ഓൺ ടു ആണ്. അപ്പൊ മെനി വൺ ഓൺ ടു ആണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാനായിട്ട് പറ്റും. സോ അപ്പൊ ഇതാണ് എന്താ ഫംഗ്ഷന്റെയും അതുപോലെ ടൈപ്സ് ഓഫ് ഫംഗ്ഷന്റെയും ബേസിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺസെപ്റ്റുകൾ പക്കാ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ ഇനി മുന്നോട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. റെഡി അല്ലേ? ഇപ്പൊ ബേസിക്സ് സ്ട്രോങ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നും കൂടെ പറയാണ്, ഒരു ഫംഗ്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻ, എല്ലാ റിലേഷൻസും ഫംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ ഫംഗ്ഷൻസും റിലേഷൻസ് ആണ്. ഒരു റിലേഷൻ എപ്പോഴാണ് ഫംഗ്ഷൻ ആകുന്നത്, അതായത് ആ റിലേഷൻ എ ടു ബി ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നെങ്കിൽ എ എന്ന് പറഞ്ഞിരിക്കുന്ന സെറ്റിനകത്ത് എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാവണം, ഇമേജസ് ഉണ്ടാവണം. പക്ഷെങ്കിൽ എന്തു പാടില്ല, ആ ഓരോ എലമെന്റ്സിൽ നിന്നും ഒന്നിൽ കൂടുതൽ ആരോസ് പോകാൻ പാടില്ല. അതായത് ഒരേ എലമെന്റിന് എന്താണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമേജസ് വരാൻ പാടില്ല. അതാണ് ഫംഗ്ഷന്റെ കേസ്. ഇനി ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ നമുക്ക് 1 1 ഉണ്ട്, ഓൺ ടു ഉണ്ട്, ഇൻറ്റു ഉണ്ട്, മെനി വൺ ഉണ്ട് അല്ലെ. പിന്നെ ബൈജക്റ്റീവ് ഫംഗ്ഷനും ഉള്ളത്. അപ്പോൾ നമുക്ക് 1 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആരോ പോകണം. പക്ഷേ 2 ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നിലധികം ടു ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് ഒരേ ഇമേജ് വരാനായിട്ട് പാടില്ല. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഇനി ഓൺ ടു പറഞ്ഞാൽ എന്താണ്, കോഡൊമൈൻ തന്നെ നമുക്ക് റേഞ്ച് ആയിട്ട് എപ്പോഴൊക്കെ കിട്ടുന്നു അപ്പോഴെല്ലാം നമുക്ക് ആ ഫംഗ്ഷൻ എന്തെന്ന് വിളിക്കാം, ഓൺ ടു എന്ന് വിളിക്കാം. സോ ഇതാണ് നമ്മളുടെ ബേസിക് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളും മറ്റുള്ള ഷോർട്ട് കട്ടുകളും നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ.